നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പോലീസ് തടഞ്ഞു. തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ഇന്ന് രാവിലെയാണ് സർക്കാർ തടഞ്ഞത്. കാരണം വിശദമാക്കാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞത്. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ് സർക്കാരിന്റെ നടപടി. കളക്ടർ, ദേവസ്വം മന്ത്രി വി എൻ വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്നിവർ പരിപാടിയുടെ രക്ഷാധികാരികളായിരിക്കെയാണ് ഒരുക്കങ്ങൾ തടഞ്ഞിട്ടുള്ളത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മഹാമാഘ മഹോത്സവം നടക്കുന്നത്. കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെട്ടിരുന്ന ഉത്സവത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾക്ക് നേരത്തെ തന്നെ അനുമതി ചോദിച്ച് അപേക്ഷ നൽകിയതാണ്. ജൂന അഖാഡയിലെ മഹാമണ്ഡലേശ്വർ ആനന്ദഭവനും ഭാരതിയുടെ മുഖ്യ സംഘാടനത്തിലാണ് കുംഭമേള നടക്കുന്നത്. ജൂന അഖാഡയും മാതാ അമൃതാനന്ദമയി മഠവുമാണ് പരിപാടിയുടെ പ്രധാന സംയോജകർ. എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ അനുമതി ചോദിച്ചുകൊണ്ട് അപേക്ഷ നൽകിയിട്ടും സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. എന്നാൽ വളരെ വ്യക്തമായ മറ്റു ചില കാരണങ്ങൾ ഉണ്ട് താനും. കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ചിന്തയിലാണ് കേരളത്തിലെ CPM ഉള്ളത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇനിയും ഇങ്ങനെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകരുത് എന്ന ഒരു തീരുമാനമായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏതായാലും ഈ സമ്മേളനം മുന്നോട്ട് നടത്താനുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘാടകർ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുന്നുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ CPM നയിക്കുന്ന CPMന്റെ പോലീസുകാർ തന്നെ ഇന്റലിജൻസ് വിഭാഗം ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ്. അവിടെ അങ്ങനെ ഒരു പരിപാടി നടന്നാൽ വലിയ വർഗീയ കലാപം ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിലെ CPM അവരുടെ പരാജയ ഭീതി മുന്നിൽ കണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പരാജയ ഭീതിയിൽ എന്ത് ചെയ്യണം എന്ന ഒരു ലക്ഷ്യബോധമില്ലാത്ത നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൂന്നാം ഭരണം എന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കിട്ടാക്കനിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതുകൊണ്ട് തന്നെ BJPക്ക് ഉണ്ടായ വളർച്ച, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത് ഒക്കെ വലിയ രീതിയിൽ CPMനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ആ BJPയുടെ വളർച്ച തടയുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായാൽ അത് ഗുണം ചെയ്യുക BJPക്ക് തന്നെയാകും എന്ന ഒരു ചിന്തയിലേക്കും പോകുന്നു. ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ഒരുപാട് പേർ കുംഭമേളയ്ക്ക് പോയതും വലിയ ചർച്ചാ വിഷയം CPM ആക്കിയിരുന്നു. സെലിബ്രിറ്റികളെല്ലാം പോയത് അവരെ വളരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് പലരും രംഗത്ത് വന്നത്. എന്നാൽ ആരും ഇപ്പോൾ അതൊന്നും കാര്യമാക്കുന്നില്ല. കേരളത്തിലെ CPM അല്ലാതെ മറ്റൊരു പാർട്ടിയും അംഗീകരിക്കാൻ കഴിയില്ല. കടുത്ത അസഹിഷ്ണുതയാണുള്ളത്. വേറൊരു പാർട്ടിയിലേക്ക് ആരെങ്കിലും പോയാൽ അവരെ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ പിന്നീട് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുകയും അവരെ കേസിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ശ്രമം പലപ്പോഴും നടത്തുന്നുമുണ്ട്. എന്നാൽ CPMലേക്ക് മറ്റു പാർട്ടിയിൽ നിന്ന് ചെല്ലുന്നവരെ ഒരു പ്രശ്നവും അവർക്കില്ല. അപ്പോൾ അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായി മാറും. ഏതായാലും ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇങ്ങനെ ഈ കുംഭമേള തടയാനെടുത്ത തീരുമാനം പോലും രാഷ്ട്രീയപരമായി വലിയ ദോഷം CPMന് ഉണ്ടാക്കും എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട.